وأنزلنا إليك الكتاب بالحق مصدقا لما بين يديه من الكتاب ومهيمنا عليه فاحكم بينهم بما أنزل الله ولا تتبع أهواءهم عما جاءك من الحق لكل جعلنا منكم شرعة ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم جميعا فينبئكم بما كنتم فيه تختلفون. പ്രവാചക, നാം ഇതാ ഈ വേദം സത്യത്തോടെ നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അത് പൂർവവേദത്തിൽ നിന്ന് അതിന്റെ മുമ്പിൽ ശേഷിച്ചിട്ടുള്ളതിനെ ശരിവെക്കുന്നതാകുന്നു, അതിനെ സസൂക്ഷ്മം കാത്തുസൂക്ഷിക്കുന്നതുമാകുന്നു. അതിനാൽ നീ ദൈവം അവതരിപ്പിച്ചു തന്ന നിയമത്തിൻപടി ജനത്തിന്റെ കാര്യങ്ങളിൽ വിധി നടത്തുക. നിനക്ക് അവതരിച്ചു കിട്ടിയ സത്യത്തിൽ നിന്ന് പുറംതിരിയുന്നവരുടെ മോഹങ്ങൾ പിൻപറ്റാതിരിക്കുകയും ചെയ്യുക. നാം നിങ്ങളിൽ അഥവാ മനുഷ്യരിൽ എല്ലാവർക്കും ശരീഅത്തും കർമ്മമാർഗവും നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരെയും ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കുന്നതിനായിട്ടത്രേ. അതിനാൽ നിങ്ങൾ നന്മകളിൽ പരസ്പരം മത്സരിച്ച് മുന്നേറുവിൻ. അവസാനം എല്ലാവരും അല്ലാഹുവിങ്കലേക്ക് മടങ്ങേണ്ടവരാകുന്നു. നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അപ്പോൾ അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരും. ഈ സൂക്തത്തിലെ അൽ കിതാബ് എന്ന വാക്കിനെയാണ് വേദം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. പൂർവ്വവേദങ്ങളിൽ അതിന്റെ സാക്ഷാൽ രൂപത്തിൽ അവശേഷിക്കുന്നതിനെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നുവെന്നർത്ഥം. എന്നാൽ ഈ ആശയത്തെ പ്രസ്തുത വാക്കുകളിൽ അവതരിപ്പിക്കാതെ അൽ കിതാബ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചതിൽ അതിപ്രധാനമായ ഒരു തത്വമടങ്ങിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും അതിനു മുമ്പ് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഭാഷകളിലായി അല്ലാഹുവിങ്കൽ നിന്ന് അവതീർണമായ മറ്റെല്ലാ ഗ്രന്ഥങ്ങളും യഥാർത്ഥത്തിൽ ഏകഗ്രന്ഥമാണ്. അവയുടെ കർത്താവൊന്ന്, പ്രമേയവും പ്രതിപാദ്യവുമൊന്ന്, പാഠങ്ങളൊന്ന്, അവ മുഖേന മനുഷ്യകുലത്തിന് നൽകപ്പെട്ട വിജ്ഞാനവും ഒന്ന്. തമ്മിലൊരു വ്യത്യാസവുമില്ല. അഥവാ വല്ലതുമുണ്ടെങ്കിൽ ഒരേ പ്രമേയം വ്യത്യസ്ത ശ്രോതാക്കളെ പരിഗണിച്ച് വിവിധ ശൈലികളിലും രീതികളിലും അവതരിപ്പിക്കുമ്പോൾ വാക്കുകളിലുണ്ടാവുന്ന വ്യത്യാസം മാത്രമാണ്. അപ്പോൾ പ്രസ്തുത ഗ്രന്ഥങ്ങൾ അന്യോന്യം എതിരല്ല, പരസ്പരം പിന്താങ്ങുന്നവയാണ്. അതിലുപരി അവയെല്ലാം ഒരേ ഗ്രന്ഥത്തിന്റെ വിവിധ പതിപ്പുകൾ മാത്രമാണ്. അതാണ് അല്ലാഹു അവയ്ക്കിവിടെ അൽ കിതാബ് എന്ന ഏകവചനം ഉപയോഗിച്ചതിന്റെ രഹസ്യം. മുഹൈമിൻ എന്ന ശബ്ദത്തിനാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്ന അർത്ഥം നൽകിയിരിക്കുന്നത്. ഹൈമന എന്നതിന്റെ നാമവിശേഷണ രൂപമാണ് മുഹൈമിൻ. സംരക്ഷിക്കുക, കാത്തുസൂക്ഷിക്കുക, മേൽനോട്ടം വഹിക്കുക, പരിപാലിക്കുക, സാക്ഷ്യം വഹിക്കുക, പിന്തുണ നൽകുക എന്നെല്ലാം അതിനർത്ഥമുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അൽ കിതാബിന്റെ മുഹൈമിനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞതിന്റെ സാരം ഇതത്രേ. പൂർവ്വവേദങ്ങളിലടങ്ങിയ എല്ലാ ദൈവിക ശിക്ഷണങ്ങളുടെയും സാരാംശം വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിരിക്കുന്നു. വള്ളിപുള്ളി വ്യത്യാസമന്യേ കാലാവസാനം വരെ സുരക്ഷിതമായി ഈ ഖുർആൻ നിലനിൽക്കും. ഖുർആൻ നിലനിൽക്കുന്ന കാലം അത്രയും അവയും നിലനിൽക്കുന്നതാണ്. ഖുർആൻ അൽ കിതാബിന്റെ മേൽനോട്ടം വഹിക്കുന്നു. അതായത് അൽ കിതാബിന്റെ മൗലിക തത്വങ്ങളിൽ ഒന്നും വിട്ടുകളയാതെ ഖുർആൻ കാത്തുസൂക്ഷിക്കുന്നു. ഖുർആൻ അൽ കിതാബിനെ പിന്താങ്ങുകയും ശരിവെക്കുകയും ചെയ്യുന്നു. അതുപോലെ നിലവിലുള്ള പൂർവ്വവേദങ്ങളിൽ ദൈവവചനങ്ങളും മനുഷ്യവചനങ്ങളും തമ്മിൽ കൂട്ടിക്കുഴച്ചിട്ടുണ്ടെങ്കിലും ഖുർആന്റെ സാക്ഷ്യം വഴി അവ തമ്മിൽ വേർതിരിച്ച് ഗ്രഹിക്കാൻ കഴിയുന്നു. ഖുർആന്റെ ശിക്ഷണങ്ങൾക്കൊത്ത് കാണുന്നവ ദൈവവചനവും ഖുർആന്റെ അധ്യാപനങ്ങൾക്കെതിരായിട്ടുള്ളതെല്ലാം മനുഷ്യവചനവുമാകുന്നു. എല്ലാവർക്കും ശരീഅത്തും കർമ്മമാർഗവും നിശ്ചയിച്ചിരിക്കുന്നു എന്നത് ഒരു ഇടവാക്യമാണ്. മുകളിൽ പറഞ്ഞ പ്രഭാഷണത്തിൽ നിന്ന് ശ്രോതാവിന്റെ ഹൃദയത്തിൽ സ്വാഭാവികമായി ഉദിക്കുന്ന സംശയം ദൂരീകരിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. സംശയം ഇതാണ്:
എല്ലാ പ്രവാചകന്മാരും എല്ലാ വേദങ്ങളും കൊണ്ടുവന്നത് ഒരേ ദീനാണെങ്കിൽ അവരുടെ ശരീഅത്തുകൾ തമ്മിൽ വ്യത്യാസം കാണുന്നത് എന്തുകൊണ്ടാണ്? ഇബാദത്തുകളുടെ രൂപത്തിൽ, ഹറാം ഹലാൽ നിബന്ധനയിൽ, സാമൂഹിക നാഗരിക നിയമവ്യവസ്ഥകളിൽ, ഇങ്ങനെ ഒട്ടനേകം വിഷയങ്ങളിൽ ശരീഅത്തുകൾ തമ്മിൽ അന്തരം കാണുന്നു. ഇതിന്റെ രഹസ്യമെന്താണ്? ഈ ചോദ്യത്തിന്റെ പൂർണ്ണമായ ഉത്തരമാണിത്. 1. ശരീഅത്തുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെന്നത് ശരിതന്നെ. പക്ഷേ അതിന്റെ പേരിൽ ശരീഅത്തുകൾ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് ഉറവെടുത്തതാണെന്ന് ധരിക്കുന്നത് അബദ്ധമാണ്. വിവിധ സമുദായങ്ങൾക്ക് വ്യത്യസ്ത ഭാഷകളിലും ഭിന്ന പരിതസ്ഥിതികളിലും വിവിധ നിയമസംഹിതകൾ നിശ്ചയിച്ചു കൊടുത്തത് അല്ലാഹു തന്നെയാണ്. 2. എല്ലാ മനുഷ്യർക്കും ഒരേ നിയമസംഹിത ആദ്യമേ നിശ്ചയിച്ചു കൊടുക്കാനും അതിലൂടെ സകലരെയും ഏക സമുദായമാക്കാനും അല്ലാഹുവിന് കഴിയുമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാതെ വിവിധ പ്രവാചകന്മാരുടെ ശരീഅത്തുകൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയതിൽ പല നന്മകളും പരിഗണിച്ചിട്ടുണ്ട്. അവയിൽ അതിപ്രധാനമായ ഒന്ന് ജനങ്ങളെ പരീക്ഷിക്കുകയാണ്. സാക്ഷാൽ ദീനിനെയും അതിന്റെ ആത്മാവിനെയും യാഥാർത്ഥ്യത്തെയും ദീനിൽ പ്രസ്തുത നിയമചട്ടങ്ങൾക്കുള്ള ശരിയായ നിലപാടിനെയും മനസ്സിലാക്കുന്ന സത്യസന്ധരായ ചില ആളുകളുണ്ട്. പക്ഷപാതത്തിൽ പെട്ടുപോവാതിരിക്കുന്നവരാണവർ. സത്യം ഏതു രൂപത്തിൽ അവതരിച്ചാലും അവർ അതിനെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യും. അവർക്ക് പൂർവ്വവേദങ്ങളിലെ വിധിവിലക്കുകൾ എന്ന പോലെ പിൽക്കാല വേദങ്ങളിലെ വിധിവിലക്കുകളും അംഗീകരിക്കാൻ ഒരു സങ്കോചവും തോന്നുകയില്ല. എന്നാൽ ദീനിന്റെ ആന്തരാത്മാവിനെ അറിയാത്തവർ നിയമസംഹിതകളെയും കർമ്മപദ്ധതികളെയും സാക്ഷാൽ ദീനായി തെറ്റിദ്ധരിച്ചവർ ദൈവദത്തമായ നിയമനിർദ്ദേശങ്ങൾ ഒന്നിച്ച് സ്വന്തമായി കെട്ടിച്ചമച്ച അനുബന്ധങ്ങൾ കൂടി ദൈവിക ദീനായി മനസ്സിലാക്കി അതിന്റെ പേരിൽ പിടിവാശി കൈക്കൊണ്ടവർ തുടങ്ങിയവരെല്ലാം പ്രസ്തുത വൈവിധ്യത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പിൽക്കാല ശരീഅത്തുകളെ കള്ളമാക്കി തള്ളിക്കളയും. ഈ 2 വിഭാഗങ്ങളെയും വേർതിരിക്കാനുള്ള ഒരു പരീക്ഷണ മാർഗം കൂടിയത്രേ ശരീഅത്തുകൾ തമ്മിലുള്ള അന്തരം. 3. സുഹൃതങ്ങളും നന്മകളും പ്രാപിക്കുകയാണ് ശരീഅത്തുകളുടെ മൗലിക ലക്ഷ്യം. അവയാകട്ടെ അതത് കാലത്തെ ദൈവിക വിധിവിലക്കുകളെ അവലംബിക്കുന്നതിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ ഈ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് ശരീഅത്തുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും കർമ്മപദ്ധതികൾക്കിടയിലുള്ള അന്തരങ്ങളും ഒരു പ്രശ്നമായിരിക്കില്ല. അതും പിടിച്ചു തർക്കിക്കുന്നതിന് പകരം ദൈവം അംഗീകരിച്ച ഏതു മാർഗത്തിലൂടെയും ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് പുരോഗമിക്കുക എന്നതായിരിക്കും സത്യസന്ധരുടെ താൽപര്യം. 4. മനുഷ്യർ തങ്ങളുടെ യാഥാസ്ഥികത്വവും പക്ഷപാതവും പിടിവാശിയും മാനസിക വക്രതയും കാരണമായി സൃഷ്ടിച്ചുവിടുന്ന തർക്കങ്ങൾക്ക് അന്തിമ തീരുമാനം കൽപ്പിക്കാൻ ഇഹലോകത്തെ വാദപ്രതിവാദ സഭകൾ ഒരിക്കലും പര്യാപ്തങ്ങളല്ല. യുദ്ധമൈതാനവും അതിന് പറ്റുകയില്ല. അന്തിമ തീരുമാനം ദൈവസന്നിധിയിൽ മാത്രമാണ്. അവിടെ എല്ലാ യാഥാർത്ഥ്യവും മറനീക്കി പ്രത്യക്ഷീഭവിക്കും. തങ്ങൾ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച് സ്ഥാപിക്കാൻ മിനക്കെട്ടിരുന്ന തർക്ക വിഷയങ്ങളുണ്ടല്ലോ, അതിൽ സത്യാംശം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നും അസത്യത്തിന്റെ അനുബന്ധങ്ങൾ എത്രമാത്രമുണ്ടായിരുന്നുവെന്നും അവിടെ വെച്ച് ഈ താർക്കികന്മാർക്കെല്ലാം ശരിക്കും ബോധ്യപ്പെടും. وَأَنِحْكُمْ بَيْنَهُمْ بِمَا أَنزَلَ اللَّهُ وَلَا تَتَّبِعْ أَهْوَاءَهُمْ وَاحْذَرْهُمْ أَن يَفْتِنُوكَ عَن بَعْضِ مَا أَنزَلَ اللَّهُ إِلَيْكَ فَإِن تَوَلَّوْا فَاعْلَمْ أَنَّمَا يُرِيدُ اللَّهُ أَن يُصِيبَهُم بِبَعْضِ ذُنُوبِهِمْ وَإِنَّ كَثِيرًا مِّنَ النَّاسِ لَفَاسِقُونَ. പ്രവാചക, അല്ലാഹു അവതരിപ്പിച്ച നിയമങ്ങളനുസരിച്ച് അവരുടെ വ്യവഹാരങ്ങളിൽ വിധി കൽപ്പിക്കുക. അവരുടെ ഇച്ഛകളെ പിൻപറ്റാതിരിക്കുക. ഇക്കൂട്ടർ നിന്നെ കുഴപ്പത്തിലകപ്പെടുത്തി അല്ലാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ള മാർഗദർശനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത് സൂക്ഷിക്കുക. ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നീ അറിഞ്ഞിരിക്കുക, അവരുടെ ചില പാപങ്ങളുടെ ഫലമായി അല്ലാഹു അവരെ ആപത്തിലകപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഈ ജനത്തിലധികവും കടുത്ത അധർമ്മകാരികളാണ് എന്നതത്രേ സത്യം. أَفَحُكْمَ الْجَاهِلِيَّةِ يَبْغُونَ وَمَنْ أَحْسَنُ مِنَ اللَّهِ حُكْمًا لِقَوْمٍ يُوقِنُونَ.
ദൈവിക നിയമത്തിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ പിന്നെ ജാഹിലീയത്തിന്റെ വിധിയാണോ അവർ ആഗ്രഹിക്കുന്നത്? എന്നാൽ അള്ളാഹുവിൽ ദൃഢവിശ്വാസമുള്ള ജനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്കാൾ വിശിഷ്ടമായി തീരുമാനം കൽപ്പിക്കുന്നവനാരാണുള്ളത്? يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. അല്ലയോ വിശ്വസിച്ചവരെ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവർ പരസ്പരം മിത്രങ്ങളാകുന്നു. ഇനി നിങ്ങളിൽ ഒരുവൻ അവരെ മിത്രമാക്കുന്നുവെങ്കിൽ അവനും അവരിൽപ്പെട്ടവനായി തന്നെ കണക്കാക്കപ്പെടും. നിശ്ചയം അക്രമികളായ ജനത്തിന് അല്ലാഹു മാർഗദർശനം നിഷേധിക്കുന്നു. ജാഹിലിയത്ത് എന്ന പദം ഇസ്ലാമിന്റെ വിപരീത ശബ്ദമായിട്ടാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. തികഞ്ഞ വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും മാർഗമാണ് ഇസ്ലാമിക മാർഗം. കാരണം ആ മാർഗം നിർദ്ദേശിച്ചത് സർവജ്ഞനും യുക്തിമാനുമായ അല്ലാഹുവത്രേ. നേരെ മറിച്ച് ഇസ്ലാമിന്റേതല്ലാത്ത സകല മാർഗങ്ങളും അജ്ഞതയുടെയും അവിവേകത്തിന്റെയും മാർഗമാകുന്നു. അതുകൊണ്ടാണ് ജാഹിലിയത്തെന്ന് അവയ്ക്ക് പേർ കൊടുത്തിട്ടുള്ളതും. ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യൻ കാലഘട്ടം ജാഹിലിയത്തിന്റെ യുഗം എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത്. വിജ്ഞാനത്തിന് പകരം ഊഹങ്ങളും, വിവേകത്തിന് പകരം അവിവേകങ്ങളും, വിചാരത്തിന് പകരം വികാരങ്ങളും, തത്വങ്ങൾക്ക് പകരം തന്നിഷ്ടങ്ങളും സ്വേച്ഛകളുമാണ് അന്ന് ജനങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ആധിപത്യം ചെലുത്തിയിരുന്നത്. അവയായിരുന്നു അവരുടെ ജീവിത പ്രമാണങ്ങൾ. ഈ ജീവിത രീതിയും പ്രവർത്തന രൂപവും ഏത് കാലഘട്ടത്തിൽ സ്വീകരിക്കപ്പെടുന്നതായാലും ജാഹിലിയത്തെന്ന് പറയാവുന്നതാണ്. സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും നൽകപ്പെടുന്നത് ജ്ഞാനത്തിന്റെ വെറും ചില അംശങ്ങൾ മാത്രമാണ്. അവ മുഖേന ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് മാർഗദർശനം സാധ്യമല്ല. ഒരർത്ഥത്തിലും അവ മനുഷ്യന് സന്മാർഗിക നേതൃത്വം നൽകാൻ പര്യാപ്തങ്ങളുമല്ല. അതിനാൽ ഭാഗികമായ ഈ അറിവിന്റെ സഹായത്തോടെ ഊഹാപോഹങ്ങളെയും അനുമാനങ്ങളെയും അഭിലാഷങ്ങളെയും ആസ്പദമാക്കി മനുഷ്യൻ പടച്ചുണ്ടാക്കുന്ന ജീവിത വ്യവസ്ഥകളെല്ലാം ജാഹിലിയത്തിന്റെ വിപുലമായ അർത്ഥത്തിൽപ്പെടുന്നു. പുരാതനകാലത്തെ ജാഹിലിയത്തും ഈ പുത്തൻ ജാഹിലിയത്തും തമ്മിൽ വാസ്തവത്തിൽ ഒരന്തരവുമില്ല. وأنزلنا إليك